ഹലോ മച്ചാന്മാരെ, വിങ്സ് അപ്പ് എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം തമ്മിലെടുപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്താ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന്. അപ്പോൾ വേറെ നല്ല ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ വഴിയെ മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഇപ്പം പല മച്ചാന്മാരും എൻ്റെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വണ്ടിയുടെ സെൻറ്റർ സ്റ്റാൻഡ് ഇപ്പോൾ എല്ലാവർക്കും ഇല്ലെന്നറിയാമല്ലോ. അപ്പം ഒരു കണക്കിന് അത് ദോഷമാണ്, വേറെ കണക്കിന് നോക്കുകയാണെങ്കിൽ നല്ലതുമാണ്. ഫോറിനൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്, ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നല്ലതാണ്. പക്ഷേ നമ്മളൊരു ലൂബോ അല്ലെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡ് വെക്കേണ്ട ഒരു ആവശ്യം വന്നാലും നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് ഈ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തത്. അപ്പോൾ അതിനൊരു പോരായ്മയാണ്. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഏത് പ്രൊഡക്റ്റ് സ്റ്റാൻഡാണ് നല്ലത്? ഇപ്പം KTMൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് സ്റ്റാൻഡ് നിങ്ങൾക്കറിയാമല്ലോ, 6,000 7,000 ആവും. അത്യാവശ്യം ബഡ്ജറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് സ്റ്റാൻഡ് ഏതാണ്, അപ്പോൾ അതിലേതാണ് നല്ലതെന്നൊക്കെ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനും ഈ സാധനം ഇന്നലെയാണ് ഇന്നലെയാണ് വന്നത്. ഓർഡർ ചെയ്തിട്ട് കുറച്ചായി, ഇന്നലെയാണ് സാധനം വന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റാൻഡ്. ഇന്നലെ വന്നേ ഉള്ളൂ, ആമസോണിനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് വാങ്ങേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നൈസായിട്ട് ഇന്നലെ സാധനം വന്നതേ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മച്ചന്മാരെ, നമുക്കിത് കട്ട് ചെയ്യാം. നൈസായിട്ടിത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. മച്ചാന്മാരെ, എക്സ്പ്ലോർ, ഇതാണ് നമ്മുടെ കമ്പനി. നൈസ് സാധനം കേട്ടോ, വിചാരിച്ചതിനെക്കാട്ടി ക്വാളിറ്റി ഉണ്ട്. ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിത് നൈസായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ, സാധനം കൊള്ളാം, ക്വാളിറ്റിയൊക്കെ ഉണ്ട്. കൊള്ളാം. ഇനി ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം, എക്സ്ട്രാ പാർട്സൊക്കെ. നമുക്കിതിൻ്റെ നൈസായിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ നോക്കാം, ഫിറ്റ് ചെയ്യാം. എന്നോട് കുറേ മച്ചാന്മാർ ചോദിച്ചിട്ടുണ്ട്, ഈ പുറത്തുനിന്ന് കിട്ടുന്ന, അതായത് കസ്റ്റമറായിട്ട് കിട്ടുന്ന സാധനങ്ങൾ എങ്ങനെയുണ്ട്, നല്ലതാണോ, മേടിക്കാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെനിക്ക് പറയാനുള്ള ഉത്തരം, അത് അവരുടെ ചോയ്സാണ്. പിന്നെ മെയിനായിട്ട് അതിന് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സൈഡ് സിംഹമില്ലേ, ഈ ഒരു സൈഡിലോട്ട് ഈ ബുഷിന് പകരം അവിടെ നമ്മുടെ അയൺ മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്, അയൺ പീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് വരും, കാരണം അവിടെ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇതില്ലാണോ? അപ്പോൾ അവരുടെ കമ്പനിയുടെ ഒരു ഇതൊരു ഇതുപോലെ. മച്ചാന്മാരെ, അപ്പോൾ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഈ ബുഷും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം. നമുക്കൊന്ന് വണ്ടിയിലോട്ട് നമുക്ക് ചെയ്ത് നോക്കാം, വെച്ച് ഇരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കാം മച്ചാന്മാരെ, ഇത്രയുള്ള സംഭവം ഇപ്പോൾ സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് സാധനം.
അപ്പോൾ ഇതിന് വാങ്ങാൻ താല്പര്യമുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, അടിപൊളി സാധനമാണ്. ഞാൻ ഇനിയും കുറച്ച് നാളത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ മച്ചാന്മാരെ, ഇത്രയുള്ള ഈ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മിക്കവർക്ക് ഈ കമ്പനിയെ പറ്റി അറിയത്തില്ല, അതാണ് പ്രശ്നം. എല്ലാവരും കേട്ടിട്ടുള്ള ഈ KTM, രണ്ടിൻ സ്റ്റോപ്പ് അങ്ങനത്തെ കുറച്ച് കമ്പനീസൊക്കെ കേട്ടിട്ടുള്ളൂ. ഇത് നല്ലൊരു കമ്പനിയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാൻ കാരണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.